ദാവൂദ് എന്ന് പറയുന്ന പ്രവാചകന് ഞാൻ ഹിബത്ത് കൊടുത്തു, സമ്മാനം കൊടുത്തു, ഗിഫ്റ്റ് കൊടുത്തു. ആരെയാണ്? സുലൈമാൻ എന്ന പ്രവാചകന് ഞാൻ സമ്മാനമായി കൊടുത്തു. അതേ നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. സുലൈമാൻ നബി ഏറ്റവും നല്ല അടിമയാണ്. എന്തുകൊണ്ടാണ് അല്ലാഹു സുലൈമാൻ നബിയെ പറ്റി ഏറ്റവും നല്ല അടിമയെന്ന് പറഞ്ഞതെന്നറിയോ? അവിടെയാണ് നമ്മുടെ തിരിച്ചറിവ്, അവിടെയാണ് വീണ്ടെടുക്കേണ്ടത്, അവിടെയാണ് ഉമ്മത്ത് വീണ്ടെടുപ്പ് നടത്തേണ്ടത്. എന്തുകൊണ്ടാണ് മുൻഗാമികളിൽപ്പെട്ട ഒരു പ്രവാചകന് ഏറ്റവും നല്ല അടിമയെന്ന് പറഞ്ഞത്? ഇല്ല, നമ്മളല്ലേ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവര്, ഈ ലോകത്തെ ഏറ്റവും ഉത്തമര് നമ്മളല്ലേ? കുന്തും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഉത്തമ സമുദായമെന്ന് ഖുർആൻ ഈ ഉമ്മത്തിനെ പറ്റിയിട്ട് വാചാലമാകുമ്പോ എന്തുകൊണ്ട് അല്ലാഹു ഒരു പ്രവാചകനെ പറ്റിയിട്ട് നിഅമൽ അബ്ദു ഏറ്റവും നല്ല അടിമയെന്ന് പറഞ്ഞു? ഈ കാരൂക്കപ്പള്ളിയിലെ നിങ്ങളെ പറയാത്തതെന്ത്? ഇടമറകിലെ നിങ്ങളെ പറയാത്തതെന്ത്? ഉടുമ്പന്നൂരിലെ ആളുകളെ പറയാത്തതെന്ത്? തൊടുപുഴയിലെ ആളുകളെ പറയാത്തതെന്ത്? ഈ ഇടുക്കി ജില്ലയിലെ ആളുകളെ പറയാത്തതെന്ത്? കേരളത്തിന്റെ ജനതയെ പറയാത്തതെന്ത്? ഇന്ത്യയിലെ ജനങ്ങളെ പറയാത്തതെന്ത്? ഏഷ്യയിലെ ജനങ്ങളെ പറയാത്തതെന്ത്? അല്ലാഹു വേറെ ഒരാളെയും അത് പറഞ്ഞില്ല. ഉത്തമ സമുദായം നിങ്ങളാണെന്നുള്ള അടിവരയിടുമ്പോൾ അല്ലാഹു പറയുന്നു സുലൈമാൻ നബി നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്, ഏറ്റവും നല്ല അടിമയാണ് സുലൈമാൻ നബി എന്ന് അല്ലാഹു പരിചയപ്പെടുത്തുമ്പോ എന്തേ സുലൈമാൻ നബിക്ക് ഉണ്ടായ പ്രത്യേകത? ചരിത്രം നിങ്ങളൊന്ന് കേൾക്കുമോ? സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് 1000 കുതിരകൾ ഉണ്ടായിരുന്നു. 1000 കുതിരകൾ ഉണ്ടായിരുന്ന ആളാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. സമ്പത്തിന് പിന്നിലാണോ സുലൈമാൻ നബി? അല്ല. അധികാരത്തിന് പിന്നിലാണോ സുലൈമാൻ നബി? അല്ല. വിജ്ഞാനത്തിന് പിന്നിലാണോ സുലൈമാൻ നബി? അല്ല. ഏത് വിഷയത്തിലും സുലൈമാൻ നബി മുൻപന്തിയിലാണ്. ഈ സുലൈമാൻ നബിക്ക് പന്തയ കുതിരകൾ 1000 എണ്ണം ഉണ്ടായിരുന്നു. മേൽത്തരം കുതിരകൾ 1000 എണ്ണം അല്ലാഹു കനിഞ്ഞരുളി. ഒരു ദിവസം മഹാനായ സുലൈമാൻ നബിയുടെ മുമ്പിൽ ഒരു വൈകുന്നേരം ഒരു സായാഹ്നത്തിൽ 1000 കുതിരകളെ നിരത്തി നിർത്തുകയാ. ചരിത്രം ഖുർആനാണ് പറയുന്നത്. ഇതൊരു സിനിമയുടെ തിരക്കഥയല്ല, ഇതൊരു നാടകത്തിന്റെ ഇതിവൃത്തമല്ല, ഇത് ഒരു സീരിയലിന്റെ ക്ലൈമാക്സ് അല്ല, ഇത് പരിശുദ്ധമായ ഖുർആൻ. ലോകത്തെ ഏത് ഒരുത്തൻ കിടന്ന് ചാടിയാലും ഇല്ല ഒരു വള്ളിക്കും പുള്ളിക്കും വ്യത്യാസം വരാത്ത അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ലോകം ദാഹിച്ചുകൊണ്ടിരുന്ന വിമോചന സരണി. പുരാതന കാലത്തെ പ്രാകൃതന്റെ പുരോഗമന കാലത്തെ പരിഷ്കൃതന്റെ മനോമുഖരത്തിൽ പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിയ ആഗോള സംസ്കാര സംശുദ്ധ സിദ്ധാന്തം വിളിച്ചോതുന്ന വിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിൽ അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആൻ തന്നെയാണ് പരിചയപ്പെടുത്തുന്നത്. എന്തേ വൈകുന്നേരമായപ്പോ സുലൈമാൻ നബിയുടെ മുമ്പിൽ 1000 കുതിരകളെ ഹാജരാക്കുകയാണ്. ഇത് 1000-ഓളം വരുന്ന മേൽത്തരം കുതിരകൾ, പന്തയ കുതിരകൾ, ഈ മനോഹരമായ കാണാൻ കൗതുകമുള്ള നയനാനന്ദകരമായ 1000 കുതിരകളെ നിരത്തി നിർത്തുമ്പോൾ ഫഖാല ഇന്നി അഹബബ്തു ഹുബ്ബൽ ഖൈരി അൻ ദിക്രി റബ്ബി. ലോഹറിന്റെ സമയം കഴിഞ്ഞ് അസറിനോടടുക്കുന്ന സമയത്താണ് സുലൈമാൻ നബിയുടെ മുമ്പിൽ 1000 കുതിര ഒരു മൈതാനത്ത് ഒരുമിച്ച് കൂട്ടിയത്. ആ സമയത്ത് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതിലേക്ക് നോക്കുമ്പോൾ കൗതുകം തോന്നിയ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അസ്ർ നിസ്കാരം മറന്നുപോയി. സുബ്ഹാനല്ലാഹ്. പണ്ഡിതന്മാര്, ഉലമാക്കൾ, മുഫസ്സിരീങ്ങൾ പറയുന്നു, അല്ല, അസ്റിന് സമയത്തുള്ള ഏതോ ഒരു മഹാനവറുകളുടെ വിർദാണത്രേ അന്ന്. നമസ്കാരം ഇല്ലത്രേ. ഇന്നത്തെ പോലെ 5 നേരത്തെ നിസ്കാരം അന്നില്ലത്രേ. ഉലമാക്കൾ, മുഫസ്സിരീങ്ങൾ അവരുടെ അഭിപ്രായങ്ങളെ പറയുന്നു, പേജുകൾ അതിനു വേണ്ടി മാറ്റിവെക്കുന്നുണ്ട്. പക്ഷെ ഒന്നറിയണേ, വെറുതായാലും നിസ്കാരമായാലും ആ സമയത്ത് അല്ലാഹനെ പറ്റിയുള്ള ചിന്ത അങ്ങ് മറന്നു പോവുകയാ. തന്റെ മുന്നിൽ 1000-ഓളം വരുന്ന മേൽത്തരമുള്ള ഏറ്റവും മനോഹരമായ കൗതുകമുള്ള 1000-ഓളം വരുന്ന പന്തയ കുതിരകളെ നിരത്തി നിർത്തുമ്പോ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ സമയത്തുള്ള ദിക്ർ അങ്ങ് മറന്നുപോയി. ഹത്താ തവാറ
തന്റെ മുന്നിലൂടെ കുതിരകൾ ഇങ്ങനെ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാ. 1000-ഓളം വരുന്ന കുതിരകൾ കണ്ണിൽ നിന്ന് മറഞ്ഞപ്പോൾ, കാണാ മറയത്തെത്തിയപ്പോൾ പെട്ടെന്നാണ് മനസ്സിൽ ഓർമ്മ വന്നു, അല്ലാ പടച്ചവരെ എനിക്കെല്ലാം നഷ്ടപ്പെട്ടല്ലോ. ഇന്നി അഹബബ്തു ഹുബ്ബൽ ഖൈരി അൻ ദിക്രി റബ്ബി. എന്റെ പടച്ചവനെ ഞാനങ്ങ് മറന്നുപോയല്ലോ അല്ലാ. സുലൈമാൻ നബി ഭരണാധികാരിയാ. അവിടെ നിന്നുകൊണ്ട് പ്രഖ്യാപിച്ചു, റുദ്ദൂഹാ അലയ്യ, ഇവിടെ കൊണ്ടുവാടാ. പട്ടാളക്കാരോട് പറഞ്ഞു, 1000 കുതിരകളെയും നിങ്ങൾ എന്റെ മുമ്പിൽ കൊണ്ടുവരിക. ഫതുഫിഖ മസ്ഹം ബിസ്സൂഖി വൽ അഅനാഖ്. ഈ 1000 കുതിരകളെയും അതിന്റെ മടമ്പും അതിന്റെ കഴുത്തും അറുത്ത് കളഞ്ഞു. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം കോടാനകോടി സ്വത്തിന്റെ വകയുള്ള ആളാ. ദാവൂദ് നബി അനന്തരം കൊടുത്ത 1000-ഓളം വരുന്ന പന്തയ കുതിരകൾ, അല്ലാഹുവിനെ മറപ്പിച്ചു കളഞ്ഞ പന്തയ കുതിരകളെ, സഹോദരങ്ങളെ, അതിന്റെ കുളമ്പുകളെയും അതിന്റെ പിടലുകളെയും ചേർത്ത് വെച്ചിട്ട് 1000-ഓളം വരുന്ന കുതിരകളെ മഹാനായ സുലൈമാൻ നബി അങ്ങ് അറുത്ത് കളയുകയാ. എന്നിട്ട് ആ ശരീരത്തിൽ കുതിരയിറച്ചി കഴിക്കുമായിരുന്നു. ആ കുതിരയിറച്ചി ദാനം ചെയ്യുകയാണ്, ആളുകൾക്ക് ദാനം ചെയ്യുകയാണ്. വേണ്ട, അല്ലാഹനെ മറപ്പിച്ച സമ്പത്തിനിക്കു വേണ്ട, അല്ലാഹനെ മറപ്പിച്ച സ്വത്തനിക്കു വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സുലൈമാൻ നബി അലൈഹിസ്സലാം ഈ 1000 കുതിരകളെയും അങ്ങ് അറുത്ത് കളയുമ്പോ തന്റെ മുന്നിൽ വന്ന പന്തയ കുതിരകൾ, മേൽത്തരം കുതിരകൾ, കാണാമഞ്ചുള്ള ചുമന്ന കുതിരകൾ, ആ കുതിരകളെ അറുത്ത് അല്ലാഹന്റെ മാർഗത്തിൽ ഹദിയ ചെയ്തപ്പോ അല്ലാഹു മഹാനായ സുലൈമാൻ നബിയെ പറ്റി പറഞ്ഞതെന്താണ്? നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. ഏറ്റവും നല്ല അടിമയാണ് സുലൈമാൻ നബി എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മനസ്സിലായില്ലേ? 1000 കുതിരകൾ. ഈ 1000 കുതിരകളെ മൈതാനത്ത് ഇറക്കി നിർത്തി സുലൈമാൻ നബി ഇങ്ങനെ ഓരോന്ന് നോക്കി നോക്കി നിൽക്കുമ്പോൾ അസറിന്റെ സമയത്തുള്ള അദ്ദേഹത്തിന്റെ വിർദ് നഷ്ടപ്പെട്ടു പോയി. ഓർമ്മ വന്നപ്പോ പറഞ്ഞു, റുദ്ദൂഹാ അലയ്യ. പട്ടാളക്കാരോട് പറഞ്ഞു. ആരാ പട്ടാളക്കാര്? സുലൈമാൻ നബിയുടെ പട്ടാളക്കാരാരാ? സുലൈമാൻ നബിയുടെ പട്ടാളക്കാര് ജിന്നുകളാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ യാത്ര ചെയ്യണമെങ്കിൽ സ്വർഗത്തിന്റെ അതേ അവസ്ഥയാണ്. പറക്കും ശരീരത്തിലുണ്ട് കാറെടുക്കണ്ട, നിനക്കുള്ളതൊന്നും അവിടെ നീ അറിയണ്ട എന്ന് പറഞ്ഞതുപോലെ സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ എവിടെ യാത്ര ചെയ്യണമെങ്കിലും 240 കിലോമീറ്ററിന്റെ കാര്യം പറഞ്ഞു. ബഹുമാനനായ പ്രസിഡന്റ്, എനിക്ക് ഉച്ചയ്ക്ക് ശേഷം അവിടെ ഇറങ്ങേണ്ടി വന്നു ഇവിടുത്തെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ. പക്ഷേ സുലൈമാൻ നബിയെ സംബന്ധിച്ചിടത്തോളം കാറ്റിനോട് പറയും, എനിക്ക് ഇപ്പോ കാരൂക്കപ്പള്ളി പോകണം. നിമിഷ നേരം കൊണ്ട് സുലൈമാൻ നബി അവിടെ എത്തിക്കും. ആ ഒരു സൗഭാഗ്യം കൊടുത്ത സുലൈമാൻ നബി അലൈഹിസ്സലാം തന്റെ കുതിരകളെ നോക്കി നിൽക്കുമ്പോൾ തന്റെ വിറുത് നഷ്ടപ്പെട്ടു പോയ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പെട്ടെന്ന് അതിനെ മടക്കി വിളിച്ചിട്ട് എന്താ ചെയ്തെന്നറിയോ? അതിനെ അറുത്ത് ദാനം ചെയ്തിട്ട് പറഞ്ഞു, എന്റെ റബ്ബിനെ മറപ്പിച്ച ദുനിയാവിന്റെ സ്വത്തൊന്നും എനിക്ക് വേണ്ട, അതൊക്കെ റബ്ബിന്റെ മാർഗത്തിൽ തന്നെ ഞാൻ ഹദിയ ചെയ്യുന്നു എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ മാർഗത്തിൽ അതിനെ ദാനം ചെയ്ത് പാവങ്ങൾക്ക് സമ്മാനമായി കൊടുത്തു. അള്ളാഹു ഈ ഒരൊറ്റ കാര്യം കൊണ്ട് പറഞ്ഞു, നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. ഏറ്റവും നല്ല അടിമയാണ് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം. നമ്മുടെ ജീവിതത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഏതാണ്? എന്താണ്? നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ മക്കളാണെങ്കിൽ, നമ്മുടെ സ്വത്താണെങ്കിൽ, നമ്മുടെ സമ്പത്താണെങ്കിൽ, നമ്മുടെ വീടാണെങ്കിൽ, നമ്മുടെ ബിസിനസ് ആണെങ്കിൽ, നമ്മുടെ വാഹനമാണെങ്കിൽ, ഏതാണോ നമ്മൾ കൂടുതൽ താല്പര്യം തോന്നുന്നത്, ആ താല്പര്യം തോന്നുന്ന വസ്തുക്കൾ അള്ളാഹുവിനെ തൊട്ട് നമ്മളെ മറപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഇന്നും വലിയ നിലയിൽ നമ്മെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാഹ് പറഞ്ഞു, ഒരിക്കലും നിങ്ങളുടെ നമ്മുടെ ഏറ്റവും വലിയ സ്വത്ത് ഏതാണ്? സമ്പത്ത്.
ഏറ്റവും വലിയ സ്വത്ത് ഏതാണ്? സന്താനങ്ങൾ. നമ്മുടെ പൊന്നുമക്കളുടെ കളി, നമ്മുടെ പൊന്നുമക്കളുടെ ആ ഒരു കിളിക്കൊഞ്ചൽ, നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ ആ ഒരു കളി തമാശകൾ, ഇത് കാണുമ്പോൾ നമുക്ക് പള്ളിയിൽ പോകാൻ തോന്നൂല. നമുക്ക് പള്ളിയിൽ പോകാൻ തോന്നൂല. നമുക്ക് പള്ളിക്ക് എന്തെങ്കിലുമൊക്കെ സഹായം കൊടുക്കണമെന്ന് ചിന്തിക്കുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട ആ മക്കൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കും, പടച്ചോനെ, ഇത് പള്ളിക്ക് കൊടുത്തതിന്റെ പിന്നെ മക്കൾക്ക് എന്താ ഉള്ളത്, മക്കൾക്ക് എന്താ ഉള്ളത് മാറ്റിവെക്കണ്ടേ? അത് ചിന്തയുള്ളപ്പോഴാണ് നമ്മൾ കൃത്യമായി. ഇല്ലെങ്കിൽ ഒറ്റത്തടിയുള്ള ഒരാൾ എന്തിനാ പേടിക്കുന്നത്? മക്കളൊന്നും ഇല്ലാത്ത ഒരാൾ, അയാളും ഭാര്യയും, അവർക്ക് രണ്ടുപേർക്കും താമസിക്കാൻ കുറച്ച് വസ്തുവുണ്ട്, ജീവിക്കാൻ വകയുണ്ട്, കാര്യങ്ങളൊക്കെ റാഹത്തായി പോണ്. അയാൾക്ക് പിന്നെ കിട്ടുന്നതൊക്കെ പള്ളിക്ക് കൊടുക്കാൻ ഒരു മടിയില്ല. അങ്ങനെയാണ് കേരളത്തിലെ പല സ്ഥലങ്ങളിലും അറബി കോളേജുകൾ നടക്കുക. എത്ര സ്ഥലങ്ങളിലാണ് ഒരുപാട് പ്രായം ചെന്ന ഹാജിയാരും അവരുടെ ഭാര്യയും മക്കളില്ല, അതുകൊണ്ട് തന്നെ കോടീശ്വരന്മാരാ, സ്വത്ത് അവിടുത്തെ അറബി കോളേജിന് വേണ്ടി എഴുതി കൊടുത്ത എത്ര സ്ഥലങ്ങളുണ്ട്. വേറെ ഒന്നും നോക്കാനില്ല അവർക്ക്. പള്ളിക്ക് വേണ്ടി കിട്ടി എന്തെങ്കിലും ചോദിക്കുമ്പോ ഒരു ഇന്റർലോക്കിന്റെ 65 രൂപ വിലയുള്ള ഒരു സ്ക്വയർ ഫീറ്റ് ഇന്റർലോക്ക് ചോദിക്കുമ്പോ നമുക്ക് കൊടുക്കാൻ മനസ്സ് വരാത്തത് എന്തിന്റെ പേരിലാണ്? നമ്മൾ ചിന്തിക്കുമെടാ, 65 രൂപ ഒരു സ്ക്വയർ, 65 രൂപ ഉണ്ടെങ്കിൽ എന്റെ കുഞ്ഞിന് ഒരു ഐസ്ക്രീം ഫാമിലി ബോട്ടിൽ വാങ്ങിച്ചു കൊടുക്കാം. ചിന്തിക്കും, പെട്ടെന്ന് ഓർമ്മ വരും ഈ പണത്തിനോടുള്ള നമ്മുടെ ഇഷ്ടം, ഈ മക്കളോടുള്ള നമ്മുടെ താല്പര്യം. അല്ലാഹു പറഞ്ഞു, ഒരിക്കലും ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാ. അല്ലാഹുവിന്റെ സ്മരണത്തൊട്ട് നിങ്ങളെ തടുക്കാതിരിക്കട്ടെ, നിങ്ങളെ ജോലിയാക്കാതിരിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റബ്ബിനെ മറന്ന് നമുക്കൊന്നും വേണ്ട, അല്ലാഹുവിനെ മറന്നുകൊണ്ട് നമുക്കൊന്നും വേണ്ട. സുലൈമാൻ നബി അലൈഹിസ്സലാം ആ ഒരു നിയ്യത്തെടുത്തത് കൊണ്ടാണ് പടച്ചതമ്പുരാൻ ആ ഒരു നിലയിൽ സുലൈമാൻ നബിയെ പറ്റി പാടി പുകഴ്ത്തിയതെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുനിയാവ് മുഴുവനും നമ്മൾ ഉപേക്ഷിക്കണമെന്നല്ല. ദുനിയാവ് ഒന്നും വേണ്ട, എനിക്ക് ഭക്ഷണവും വേണ്ട, വീടും വേണ്ട, വാഹനവും വേണ്ട എന്ന് ഒരിക്കലും ഇസ്ലാം പഠിപ്പിക്കുന്നില്ലല്ലോ. ഒരു ചെറിയ സംഭവം ഞാൻ നിങ്ങളോട് പറയാ. മഹാനായ ഉസ്മാൻ ഇബ്നു മൽഊൻ, പ്രമുഖനായ സഹാബിയാണ്. മഹാനവറുകൾ അടക്കമുള്ള സഹാബാക്കൾ അള്ളാഹുവിനോടുള്ള അടങ്ങാത്ത സ്നേഹത്തിന്റെ പേരിൽ, അള്ളാഹുവിലേക്ക് ലയിച്ചു ചേരാനുള്ള മോഹത്തിന്റെ പേരിൽ, ഹബീബായ നബി തങ്ങളോടുള്ള അടങ്ങാത്ത അഭിനിവേശത്തിന്റെ പേരിൽ ഒരു ദിവസം ഒരു തീരുമാനമെടുത്തു. എന്തെന്നറിയോ? ഇൻഷാ അല്ലാഹ് ഇനി ഞങ്ങൾക്ക് ലൗകിക ജീവിതം വേണ്ട, ഇനി ഭൗതിക ജീവിതം വേണ്ട, ഇനി ഭാര്യമാരോടൊത്ത ജീവിതം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഭാര്യമാരെ വീടുകളിൽ കൊണ്ടുവന്നാക്കാൻ ശ്രമിക്കുന്നു. ചില ആളുകൾ, അവിവാഹിതരായ സഹാബാക്കൾ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ ഇനി കല്യാണം കഴിക്കുന്നില്ല. ചില ആളുകൾ ഇസ്ലാമികമായ ജീവിതം നയിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലാഹുവും റസൂലും തന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രിയമാകുന്നതിന് വേണ്ടി ഇനി ഭൗതികമായ ഒരു ജീവിതവും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചില സഹാബാക്കൾ എന്ത് ചെയ്തെന്നറിയോ? ഇവിടെ പറയാമോ എന്ന് എനിക്കറിയില്ല. ഇനി ഭൗതികമായ ജീവിതം നിങ്ങൾക്ക് വേണ്ട, ഇനി വൈവാഹിക ജീവിതം വേണ്ടെന്ന് പറഞ്ഞിട്ട് മൂർച്ചയുള്ള കത്തിയെടുത്തിട്ട് അവരുടെ രഹസ്യാവയവം മുറിച്ചു കളയാൻ വേണ്ടി ശ്രമിച്ചു അത്രേ. തഫ്സീറുകളിലെ കാണാ, ചില ആളുകൾ വന്നിട്ട് പറഞ്ഞു, നബിയേ നബിയേ നബിയേ, ഇനി ഞങ്ങൾ ഇറച്ചി തിന്നൂല, ഇനി ഞങ്ങളെ മാംസം തിന്നൂല. എന്തുകൊണ്ടാണ് വൈകാരികത തോന്നുന്നത്? മാംസം കഴിക്കുന്നതിലൂടെയാണ്. കൂടുതൽ ഇറച്ചി കഴിക്കുമ്പോഴാണ് ഭൗതികമായ താല്പര്യങ്ങൾ തോന്നുക. അതുകൊണ്ട് ഇനി മുതൽ ഞങ്ങൾ ഇറച്ചി കഴിക്കുന്നില്ല. ഇത് പറഞ്ഞുകൊണ്ട് ചില സഹാബാക്കൾ സ്വയം ഒരു തീരുമാനമെടുക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ നെറ്റിത്തടം വിയർക്കുകയാ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ആ നെറ്റിത്തടം വിയർത്തൊലിക്കുമ്പോ റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു, വെണ്ണിൽ നിന്നും മണ്ണിലേക്ക് ഇറങ്ങി വരുന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിനെ ഓതി കേൾപ്പിച്ചു കൊടുക്കുകയാ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഹർരിമൂ ത്വയ്യിബാതി മാ ഹല്ലല്ലാഹു ലക്കും. അല്ലാഹു നിങ്ങൾക്ക് ഹലാലാക്കി തന്നതിനെ നിങ്ങൾ ഹറാമാക്കല്ലേ, ഹറാമാക്കല്ലേ. മാംസം അല്ലാഹു നമുക്ക് ഹലാലാക്കി തന്നരാ. അത് ഏവൻ എന്ത് കടയുടെ മുമ്പിൽ എഴുതി വെച്ചാലും അല്ലാഹു ഹലാലാക്കിയേ നമ്മൾ കഴിക്കൂ, അല്ലാഹു ഹറാമാക്കിയ നമ്മൾ കഴിക്കൂല. ഒരു പല്ലിമുട്ടായിയുടെ വലിപ്പത്തിന്, ഒരു കടലയുടെ വലിപ്പത്തിന് ഹറാമ പോലും നമ്മൾ കഴിക്കൂല. അല്ലാഹു ഹലാലാക്കിയതാണോ അതാരെ തടഞ്ഞ
പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്നത് മുസ്ലിമിന്റെ തീരുമാനമാണ്, അത് ഈമാന്റെ ഭാഗമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു പ്രവാചകനോട് ചോദിക്കും നബിയെ, അല്ലാഹ് നിഷിദ്ധമാക്കിയതിനെ ഹലാലാക്കിയതിനെ എന്തിനാ നിങ്ങൾ സ്വയം നിഷിദ്ധമാക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഒരിക്കലും ഭൗതിക താല്പര്യങ്ങളെ വെടിയണമെന്നല്ല, ആഹാരം കഴിക്കാതെ ജീവിക്കണമെന്നല്ല, ഒരു ആർഭാടവും ഇല്ലാതെ കഴിയണമെന്നല്ല. പിന്നെയോ സഹോദര, ആർഭാടം തന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, രുചികരമായ ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലാഹനെ മറന്നു പോകല്ലേ, പടച്ചവനെ മറന്നു പോകാൻ പാടില്ല. ഒരു ചെറിയ സംഭവം ഞാൻ നിങ്ങളോട് പറയാ. ഒരു സുന്ദരിയായ സുമുഖിയായ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുള്ള ഒരു സുന്ദരനായ ഭർത്താവ്, അല്ലാഹനെ ആരാധിച്ച് ഏറ്റവും നല്ല നിലയിൽ സാത്വികമായ ജീവിതം നയിക്കുന്ന ഭർത്താവ്. ആ ഭർത്താവ് ഒരു ദിവസം തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറയുന്നു, പെണ്ണേ, ജീവിതത്തിൽ എന്താണ് സുഖമെന്നറിയാത്ത, ജീവിതത്തിൽ എന്താ സുഖമെന്നറിയാത്ത, അല്ലാഹുവിന്റെ ഭൂമിയിൽ സുഖം എന്തെന്നറിയാത്ത ഒരു മനുഷ്യൻ അവിടെ ഇരിപ്പുണ്ട്. ആ മനുഷ്യന് കുറച്ച് ഭക്ഷണം കൊണ്ട് കൊടുക്കണമെന്ന് തയ്യാറാക്കി തരുവോ? ഭാര്യയ്ക്ക് വലിയ സന്തോഷമായി. അല്ലാഹ് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് കുറച്ച് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് വലിയ സന്തോഷമല്ലേ? അങ്ങനെ ഭക്ഷണം തയ്യാറാക്കി, എന്നിട്ട് അതിനെ പാക്ക് ചെയ്തിട്ട് തന്റെ ഭർത്താവിന്റെ കയ്യിൽ കൊടുത്തു. ഭർത്താവ് മകനെ വിളിച്ചിട്ട് പറഞ്ഞു, പൊന്നുമോനെ, ഈ ഭക്ഷണം നീ കൊണ്ട് കൊടുക്കണം. ഇന്ന വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഒരു മനുഷ്യനിരിപ്പുണ്ട്, അദ്ദേഹം അല്ലാഹുവിന്റെ ആബിദാണ്, ആ മനുഷ്യന്റെ കയ്യിൽ കൊണ്ട് ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞു. ആ സമയത്ത് മകൻ ചോദിച്ചു, ഉപ്പാ, ആര് തന്നു എന്ന് പറയണം, ആര് ഭക്ഷണം തന്നു എന്ന് ഞാൻ പറയണമെന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യന്റെ മറുപടി എന്തെന്നറിയോ? ഭാര്യ അടുത്ത് നിൽക്കുകയാണ്. തന്റെ മകൻ ചോദിച്ചു, ഉപ്പാ, ഇതാര് തന്നു എന്ന് പറയണം. ആ സമയത്ത് വാപ്പ പറഞ്ഞു, പൊന്നുമോനെ, ജീവിതത്തിൽ ഇന്നേ വരെ സുഖം എന്താണെന്നറിയാത്ത ഒരാൾ തന്നെന്ന് പറ. ജീവിതത്തിൽ ഇന്നേ വരെ സുഖം എന്താണെന്നറിയാത്ത ഒരാളാണ് ഭക്ഷണം തന്നു വിട്ടതെന്നു പറയൂ. ആ സമയത്ത് മകൻ മകൻ പറഞ്ഞു, കൊണ്ടു കൊടുക്ക. അങ്ങനെ ഭക്ഷണവും വാങ്ങിയിട്ട് മകൻ പോവുകയാ. ആ സമയത്ത് ഭാര്യ ഭർത്താവിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കള്ളമല്ലേ പറഞ്ഞത്? നിങ്ങൾ കള്ളമല്ലേ പറഞ്ഞത്? ജീവിതത്തിൽ എന്താണ് സുഖമെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? അയാൾ പറഞ്ഞു, ഇല്ല. അപ്പൊ അവൾ ചോദിച്ചു, പിന്നെ ഈ പോയ മോൻ എങ്ങനെ ഉണ്ടായി? ഈ പോയ മോന് പിന്നെ എങ്ങനെ ഉണ്ടായി? നിങ്ങൾക്ക് ഞാൻ ഇഷ്ടപ്പെട്ട ഭക്ഷണം പാകം ചെയ്ത് തന്നിട്ടില്ലേ? പിന്നെ നിങ്ങൾ എന്തിനാണ് കള്ളം പറഞ്ഞത്? ജീവിതത്തിൽ സുഖം എന്തെന്നറിഞ്ഞിട്ടില്ലെന്ന് കളവല്ലേ പറഞ്ഞത്? ഭർത്താവിന് വല്ലതും മിണ്ടാൻ പറ്റുമോ? ഇതിന് മറുപടി കൊടുക്കാൻ ഭർത്താവിന് കഴിയോ? സാത്വികനാണ്, വിശുദ്ധനാണ്, ജീവിതത്തിൽ നന്മകൾ ചെയ്യുന്ന, സുഹൃതം ചെയ്യുന്ന സാലിഹായ ഒരു മനുഷ്യൻ, പരമവിശുദ്ധനായ ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുമ്പിൽ വെച്ച് മകന്റെ കയ്യിൽ ഭക്ഷണപ്പൊതി കൊടുത്തിട്ട് പറഞ്ഞു, ജീവിതത്തിൽ ഇന്നേ വരെ സുഖമെന്തെന്നറിയാത്ത ഒരാൾ തന്നു എന്ന് പറ. ആ വൃക്ഷ ചുവട്ടിയിരിക്കുന്ന മനുഷ്യന് ഈ ഭക്ഷണം കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. ആ സമയത്ത് ഭാര്യ ചോദിച്ചു, ജീവിതത്തിൽ സുഖം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? ആ മനുഷ്യനൊന്നും മിണ്ടിയില്ല. മാസങ്ങൾ കടന്നുപോയി. തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഒരു ബന്ധുവിന്റെ വിവാഹം വന്നു. ശ്രദ്ധിക്കണേ, ബോറടിക്കുന്നുണ്ട്. വിവാഹം വന്നു. തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഏറ്റവും അടുത്ത ഒരു വിവാഹം. ഭാര്യ ചോദിച്ചു, ഞാനൊന്ന് പൊക്കോട്ടെ കല്യാണത്തിന്? ഭർത്താവ് പറഞ്ഞു, പൊക്കോ, കല്യാണത്തിന് പൊക്കോ. എണ്ണ വിളക്ക് തിരി താഴ്ത്തി വെച്ചിട്ട് അത് കത്തിച്ചു കൊടുത്ത് തന്റെ ഭാര്യയുടെ കയ്യിൽ കൊടുത്തിട്ട് എണ്ണ വിളക്ക് കൊടുത്തിട്ട് പറഞ്ഞു, നീ കല്യാണത്തിന് പോകുന്നത് കൊള്ളാം, തിരികെ ഇവിടെ എത്തുന്നത് വരെ ഈ വിളക്ക് കെട്ടുപോകാൻ പാടില്ല. കെട്ടുപോയാൽ ഞാൻ നിന്നെ മൊഴി ചൊല്ലും, ഞാൻ നിന്നെ ഒഴിവാക്കും. ഭാര്യയുടെ ഭർത്താവിന്റെ സ്നേഹലാളനകൾ കിട്ടിയ, ഭർത്താവിനെ വഴിപ്പെടുന്നതിലൂടെയാണ് തനിക്ക് സ്വർഗം ലഭിക്കുന്നത് എന്ന് പഠിച്ച ഭർത്താവ് തന്റെ പ്രേമഭാജനവും തന്റെ രാജകുമാരനാണ് എന്ന് മനസ്സിലാക്കിയ നല്ല ഭാര്യ. ആ ഭാര്യക്ക് എങ്ങനെയാണ് തിരി താഴ്ത്തി വെച്ച എണ്ണ വിളക്കുമായിട്ട് തന്റെ ബന്ധുവിന്റെ കല്യാണത്തിന് പങ്കെടുത്ത് അതണയാതെ തിരിച്ചെത്താൻ കഴിയുക? അവൾക്കാണെങ്കിലോ പോകാതിരിക്കാൻ നിർവാഹവുമില്ല. അവള് സമ്മതിച്ചു, ഞാൻ ശ്രദ്ധിച്ചോളാം, ഞാൻ ശ്രമിച്ചോളാം. കല്യാണത്തിന് പോയി. ഭാര്യ കല്യാണത്തിന് പോയി, തിരികെ വന്നു. വിവാഹം കഴിഞ്ഞ് മടങ്ങിയെത്തി. ഉമ്മറത്ത് കാത്തു നിൽപ്പുണ്ട് ഭർത്താവ്. വിളക്കണഞ്ഞിട്ടുണ്ടോ? ഇല്ല.
വിളക്കണഞ്ഞിട്ടില്ല. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഭാര്യയെ കാത്തുനിന്ന ആ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വളരെ സന്തോഷഭരിതനായിക്കൊണ്ട് അവളോട് ചോദിച്ചു, എടി കല്യാണത്തിന് എല്ലാവരും ഒക്കെ വന്നോ, ആളുകളൊക്കെ ഉണ്ടായിരുന്നോ? അപ്പൊ അവളുടെ മറുപടി എന്താണെന്നറിയോ? എനിക്കറിയില്ല പ്രിയപ്പെട്ടവനെ, എനിക്കറിയില്ല. എന്തേ നീ കല്യാണത്തിന് പോയില്ലേ? പോയി. പിന്നെന്താ ആളുകൾ വന്നു നീ അറിഞ്ഞില്ലേ? പ്രിയപ്പെട്ടവനെ, ഞാൻ ആളുകളുടെ ഇടയിലൂടെ നടക്കുമ്പോഴും എന്റെ പ്രിയപ്പെട്ട ബന്ധുക്കളെ കാണുമ്പോഴും എന്റെ മനസ്സിന്റെ ചിന്ത ഈ വിളക്ക് അണഞ്ഞു പോകുമോ, ഈ വിളക്ക് കെട്ടുപോകുമോ എന്ന ചിന്തയായിരുന്നു. ഭക്ഷണം കൊള്ളാമായിരുന്നു. ഭാര്യ പറഞ്ഞു, അറിയില്ല. എന്തേ നീ കഴിച്ചില്ലേ? കഴിച്ചു, പക്ഷെ അതിന്റെ രുചി എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഒരുള്ള ഭക്ഷണം എടുത്ത് എന്റെ വായിലേക്ക് വെക്കുമ്പോഴും എന്റെ ചിന്ത, അല്ലാഹുവേ വിളക്ക് കെട്ടുപോകുമോ, എന്റെ ഈ വിളക്ക് അണഞ്ഞു പോകുമോ എന്ന ഭയമായിരുന്നു എന്റേത്. ഭർത്താവ് പറഞ്ഞു, ഇപ്പൊ മനസ്സിലായോ? മാസങ്ങൾക്ക് മുമ്പ് ജീവിതത്തിൽ എന്താണ് സുഖമെന്നറിയാത്ത ഒരാൾ ഭക്ഷണം തന്നു എന്നെന്റെ മകനോട് ആ വിദേശിയായ മനുഷ്യന് ഭക്ഷണം കൊടുക്കാൻ, ആ അതിഥിക്ക് ഭക്ഷണം കൊടുക്കാൻ ഞാൻ പറഞ്ഞു വിട്ടപ്പോൾ നിന്റെ ആശങ്ക ജീവിതത്തിൽ സുഖം എന്തെന്ന് അറിഞ്ഞിട്ടില്ലേ എന്ന് നീ ചോദിച്ചില്ലേ? ഞാൻ അറിഞ്ഞു, പക്ഷേ എന്റെ ചിന്ത മുഴുവനും എന്റെ ആഖിറവും എന്റെ റബ്ബുമായിരുന്നു. ഞാൻ ജീവിക്കുന്നുണ്ട്, ഞാൻ സുഖമായി കഴിയുന്നുണ്ട്, ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഞാൻ നിന്നോടൊപ്പം രമിക്കുന്നുണ്ട്, രസിക്കുന്നുണ്ട്, സല്ലപിക്കുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്. പക്ഷേ എന്റെ ചിന്ത മുഴുവനും എന്റെ പടച്ചവനാണ്, എന്റെ ആഖിറമാണ്. ആ ഒരു ചിന്ത എന്ന് ആ പെണ്ണിന് പറഞ്ഞു കൊടുക്കാൻ ആ ഭർത്താവിന് പ്രാക്ടിക്കലാക്കി കഴിഞ്ഞു എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ നമ്മൾ എത്ര നല്ല വിലയുള്ള വസ്ത്രം ധരിച്ചാലും, എത്ര വിലയുള്ള വാഹനത്തിൽ സഞ്ചരിച്ചാലും, എത്ര രുചികരമായ ഭക്ഷണം കഴിച്ചാലും, പൈസ ഉള്ള നല്ല ഭക്ഷണം കഴിക്കണം. ഇതെന്തിനാ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്നത്? ചില വീടുകളിൽ കോടീശ്വരന്മാരായിരിക്കും, അപ്പോഴും വീട്ടിൽ രസമായിരിക്കും. നല്ല മീൻ വാങ്ങൂല, നല്ല ഇറച്ചി വാങ്ങൂല. ഇത് ആർക്ക് വെക്കാൻ? കോടീശ്വരനായിരിക്കും, എപ്പോഴും കീറിയ ഡ്രസ് ഇട്ടുകൊണ്ട് നടക്കും. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ പള്ളിയിൽ കോടീശ്വരനായ ഒരാളെ നിസ്കരിക്കാമെന്ന് നോക്കുമ്പോൾ അയൺ ചെയ്തിട്ടുമില്ല, അത് കീറി പറഞ്ഞു കിടക്കുന്നു, മോശമായ മുഷിഞ്ഞ വസ്ത്രം. നിസ്കാരം കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് പറഞ്ഞു, സഹോദര പോകരുത്, എന്നെ കണ്ടിട്ടേ പോകാവൂ എന്ന് പറഞ്ഞു. എല്ലാവരും പോയി, മൂപ്പര് മാത്രം അവിടെ നിന്നു. അകത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി റൂമിനകത്ത് കയറിയിട്ട് ഖുർആനിന്റെ അടിയിലിരുന്ന് 1000 ദീനാർ എടുത്ത് കൈ കൊടുത്തിട്ട് പറഞ്ഞു, നാളെ വരുമ്പോ നല്ല വസ്ത്രം വാങ്ങിയിടണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എന്നെ ആക്ഷേപിക്കുകയാണോ? ഞാൻ നല്ല പണക്കാരനല്ലേ, എനിക്കുണ്ടല്ലോ, പിന്നെന്തിനാ നിങ്ങൾ തന്നത്? അപ്പോഴാണ് അബൂ ഹനീഫത്തുൽ കൂഫി നുഅ്മാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിനക്ക് അല്ലാഹു തന്നിട്ടുണ്ടെങ്കിൽ അതിനെ അല്ലാഹു തിരിച്ച് കാണാനും ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ട് നല്ല നിലയിൽ നീ നടക്കണം, നല്ല നിലയിൽ നടക്കണമെന്ന് പറഞ്ഞു. നല്ല വസ്ത്രം ധരിക്കലൊന്നും ഒരിക്കലും പടച്ചവനെ മറക്കുന്നതല്ല. അതൊക്കെ നമ്മൾ കഴിക്കണം, തിന്നണം, ഉടുക്കണം, ഇതൊക്കെയല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോഴും നമ്മുടെ മനസ്സിന്റെ ചിന്ത, പടച്ചവനെ നിന്നെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതല്ല, എന്റെ പ്രതീക്ഷ മുഴുവനും നീയാ, എന്റെ ജീവിതം നിനക്ക് വേണ്ടിയിട്ടാണ് സമർപ്പിക്കുന്നതല്ല. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മദിയനിലെത്തിയ സംഭവം നമുക്കറിയുമല്ലോ. ഖിബ്തിയായ ഒരു മനുഷ്യനെ ഇടിച്ചിട്ട് കൊണ്ട് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നാട് വിടുമ്പോൾ മദിയൻ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് എത്തിച്ചേർന്നു. അറിയുമല്ലോ, ചരിത്രം നിങ്ങൾക്കറിയാം. ആ മദിയനിലെത്തുമ്പോ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിലെ മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ചാരിയിരിക്കുകയാണ്. എന്നിട്ട് മഹാനായ മൂസാ നബി പറഞ്ഞതെന്തെന്നറിയോ? അല്ലാഹുവേ, ഞാൻ ഇന്ന് 4 പ്രതികൂല സാഹചര്യത്തിലാണ്. ഫഖീറുൻ മരീലുൻ ജായിഉൻ ഗരീബ്, ഫഖീറുൻ മരീലുൻ ജായിഉൻ ഗരീബ്. അല്ലാഹുവേ, ഞാൻ ഫഖീറുൻ, എന്തും ആവശ്യക്കാരനാണ്, 1 രൂപ എന്റെ കയ്യിലില്ല, എന്തും ആവശ്യക്കാരനാണ്. അല്ലാഹ്, ഏതിലേക്ക് ഞാൻ ആവശ്യക്കാരനാണ്? മരീലുന്, ഞാൻ വല്ലാത്ത രോഗം പിടിപെട്ടവനാണ്, മനസ്സിനകത്ത് വല്ലാത്ത ടെൻഷനാണ്, മാനസിക വിഭ്രാന്തിയാണ്, ഞാൻ നാട് വിട്ട് വരുന്നതാണ്, ഇനി എന്താണെന്ന് എനിക്കറിയില്ല. അല്ലാഹുവേ, ഞാൻ മാനസികമായി തളർന്നിരിക്കുകയാണ്. അതുപോലെ ജായഉൻ, എനിക്ക് നല്ല വിശപ്പുണ്ട് റബ്ബേ, ഭക്ഷണം കഴിച്ചിട്ട് എത്ര ദിവസമായി, 1 നേരത്തെ ഭക്ഷണം തരാൻ എനിക്കിവിടെ ആരുമില്ല, കാരണം ഗരീബ്
ഗരീബ്, ഞാനൊരു വിദേശിയാണ്, പരദേശിയാണ്. 4 പ്രതികൂല കാലാവസ്ഥയാണ് മഹാനായ മൂസാ നബി അനുഭവിച്ചത്. ഏതൊക്കെയാണ്? 1 ഫഖീറാണ്, 1 രൂപ കയ്യിലില്ല. 2 മരീദനും മാനസിക വിഭ്രാന്തിയിലാണ്. 3-മത്തേത് ജായിഉന്, വിശന്ന് പറ്റി വയറുമായി കഴിയുന്നു. 4-മത്തേത് ഗരീബുന്, വിദേശിയാണ്, നാട്ടുകാരനല്ല. ആ സമയത്ത് മൂസാ നബിക്ക് അല്ലാഹു വഹി അറിയിച്ചു കൊടുക്കുകയാ. മൂസാ നബിയോട് അല്ലാഹു പറയുകയാ. എന്താ മൂസാ നബിയോട് അല്ലാഹു പറഞ്ഞതെന്നറിയോ? എന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട കാരൂക്ക് പള്ളിയിലെ മഹല്ല് നിവാസികളോട്, ആണുങ്ങളോട്, പെണ്ണുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ദരിദ്രരാണോ? നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്ത പട്ടിണി പാവമാണോ? നമ്മുടെ കയ്യിൽ ഒരു നയാ പൈസ ഇല്ലാത്തവരാണോ? സാമ്പത്തികമായ പ്രതിസന്ധിയിലാണോ നമ്മളുള്ളത്? എന്നാൽ ഏറ്റവും നല്ല മരുന്നല്ല പറയുകയാ. എന്താണെന്നറിയോ? മൂസാ നബിയോടല്ല പറയുകയാണ്, ഓ മൂസാ, ഓ മൂസാ, അൽ ഫഖീറു മല്ലമ അകുന മുഗ്നി. ഫഖീർ എന്ന് പറഞ്ഞാൽ ആരെന്നറിയോ? ഞാൻ സമ്പത്ത് കൊടുക്കാത്തവനാ, ഞാൻ കൊടുക്കാത്തവനാണ് ഫഖീർ. ഞാൻ ആർക്ക് കൊടുത്തില്ലയോ അവന് ഫഖീറാണ് എന്ന് പറഞ്ഞാ, മൂസാ നബിയെ എന്റെ കയ്യിലുണ്ടല്ലോ, നിങ്ങളെ ഞാൻ സമ്പന്നനാക്കാ. അല്ലാഹു തരും. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നമുക്കറിയുമല്ലോ, കറുത്ത വർഗക്കാരനായ നീഗ്രോ വിഭാഗത്തിൽപ്പെട്ട ഒരു പാവപ്പെട്ട സഹോദരൻ അങ്ങ് സോമാലിയയിൽ പട്ടിണി പാവമാണ്, വയറൊട്ടിയ എല്ലുന്തിയ കണ്ണ് കുഴിഞ്ഞ ഒരു പാവപ്പെട്ട എല്ലുന്തിയ സഹോദരനാണ്, കറുത്ത വർഗക്കാരനാണ്. പക്ഷേ നമസ്കാരത്തടമ്പുണ്ട്, ആ മനുഷ്യനെ തൊപ്പി വെച്ചിട്ടുണ്ട്, ആ മനുഷ്യനെ കുറ്റി താടിയുണ്ട്, ആ മനുഷ്യ കണ്ണങ്കാലിന് മുകളിലാണ് തുണി ഉടുത്തിരിക്കുന്നത്. ആ മനുഷ്യനൊരു 4 ചക്ര വാഹനം ഇങ്ങനെ തള്ളിക്കൊണ്ടുവരികയാണ്. സുബ്ഹാനല്ലാഹ്. അതിന്റെ തിരുനെറ്റിയിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്തെന്നറിയോ? ഈ വാഹനത്തിൽ ആകെ ഉള്ളത് 10 കിലോ നേന്ത്രപ്പഴമാണ്, ഒരു 10 കിലോ ഓറഞ്ചാണ്, ഒരു 10 കിലോ മുന്തിരിയാണ് എന്ന് പറഞ്ഞാൽ കുറച്ച് സാധനങ്ങൾ വാങ്ങി വണ്ടിയിൽ വെച്ച് ആളുകൾ തെങ്ങിപ്പാർക്കുന്ന ഭാഗത്ത് കൊണ്ടുവന്ന് കച്ചവടം ചെയ്ത് തന്റെ ഭാര്യാമക്കൾക്ക് അന്നം കൊടുക്കുന്ന സോമാലിയിലെ കറുത്ത വർഗക്കാരനായ പട്ടിണി പേക്കോലമുണ്ടല്ലോ, ആ പാവപ്പെട്ട മനുഷ്യന്റെ വാഹനത്തിന്റെ തിരുനെറ്റിയിൽ എഴുതി വെച്ചിരിക്കുന്ന വാചകം എന്തെന്നറിയോ? ആ ഒരു വാചകം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കണ്ടേ? അതല്ലേ നമ്മളാക്കി മാറ്റുന്നത്. ആ വാചകം എന്താണെന്നറിയോ? കൈഫ ഖാഫുൽ ഫഖറ വ അന അബ്ദുൽ ഗനി. ഞാൻ എന്തിനാണ് ദാരിദ്ര്യത്തെ പേടിക്കുക? ഞാൻ എന്തിനാണ് ദാരിദ്ര്യത്തെ പേടിക്കുക? സമ്പന്നനായ റബ്ബിന്റെ അടിമയാണ് ഞാൻ. എന്റെ റബ്ബ് സമ്പന്നനാണ്, എന്റെ യജമാനൻ സമ്പന്നനാണ്. അതുകൊണ്ട് എനിക്കെന്തിനാ ദാരിദ്ര്യത്തെ പേടിക്കുക? ഞാൻ എന്തിനാണ് കഷ്ടപ്പാടുകളെ ഭയപ്പെടുന്നത്? ഇതല്ലേ മൂസാ നബിയോട് അല്ലാഹു പറഞ്ഞത്, അൽ ഫഖീറു മല്ലമ അകുന മുഗ്നി. ഞാൻ ആരെയാണോ സമ്പന്നനാക്കാത്തത് അവനാണ് ഫഖീർ. മൂസാ നബിയെ, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാ കയ്യിൽ വകയില്ലെന്ന് പറഞ്ഞ് തന്റെ മക്കളെ എങ്ങനെ കെട്ടിച്ചയക്കുമെന്ന് ഭയപ്പെട്ട്, തന്റെ കടങ്ങൾ എങ്ങനെ വീട്ടുമെന്ന് പേടിച്ചുകൊണ്ട് ജീവിതം വല്ലാതെ പ്രതിസന്ധിയിലായി, വല്ലാത്ത ടെൻഷനിലായി കഴിയുന്ന മുസ്ലിം ഉമ്മ, ഒരിക്കലും നിങ്ങൾ ഭയപ്പെടേണ്ട. റബ്ബിനെ എപ്പോഴും ഓർത്തോ. അല്ലാഹു പറയുകയാണ്, ഞാൻ കൊടുക്കാത്തവനാണ് ഫഖീർ. എന്റെ കയ്യിലുണ്ടല്ലോ, കൊടുക്കാതിരിക്കുന്നത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഞാനൊരു സാധനം സിറാജുദ്ദീൻ അബ്റാരിക്ക് കൊടുക്കാതിരിക്കണമെങ്കിൽ 2 കാരണമാണ്. ഒന്നുകിൽ എന്റെ കയ്യിൽ ഇല്ലാതിരിക്കണം, റബ്ബിന്റെ കയ്യിൽ ഇല്ലാത്തതാണോ, പടച്ചവന്റെ കയ്യിൽ ഇല്ലയോ നമുക്ക് തരാൻ. മറ്റൊരു കാരണം, ഞാൻ കൊടുക്കാൻ മനസ്സില്ലാത്തവനാകണം. നമ്മുടെ പടച്ചവൻ അങ്ങനാണോ? നമ്മുടെ പടച്ചവൻ അങ്ങനാണോ? എല്ലാവർക്കും വാരിക്കോരി അല്ലാഹു കൊടുക്കുന്നില്ലേ? ആരെങ്കിലും അല്ലാഹു പട്ടിണിക്കിട്ട് കൊല്ലുന്നുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് മനസ്സിലാക്കിക്കോ, സമ്പന്ന പാവപ്പെട്ടവൻ എന്ന് പറയുന്നത് അല്ലാഹു സമ്പത്ത് കൊടുക്കാത്തവനാ. രണ്ടാമതായിട്ട് മഹാനായ മൂസാ നബി പറഞ്ഞത്, ഞാൻ മാനസിക വിഭ്രാന്തിയുള്ളവനാണ്. അല്ലാഹു പറയുന്നു, ഓ മൂസാ,
അൽ മരീളു മല്ലം തബീബുഹു. രോഗി എന്ന് പറയുന്നത് ഞാൻ ചികിത്സിക്കാത്തവനാ, ഞാൻ ചികിത്സ കൊടുക്കാത്തവനാണ്, ഞാൻ ചികിത്സിക്കാത്തവനാണ് രോഗി. സഹോദരങ്ങളെ, ഏത് രോഗം നമുക്ക് വന്നാലും നമുക്ക് രോഗം തരുന്നതാരാ? ഷാഫിയായ അല്ലാഹ്, കാഫിയായ അല്ലാഹ്, മുആഫിയായ അല്ലാഹ്. ഏത് രോഗം വന്നാലും പ്രിയപ്പെട്ടവരെ പടച്ചവൻ നമുക്ക് തരുന്നതാണ്. അവൻ ഇഷ്ടപ്പെടുന്നവർക്ക് രോഗം കൊടുക്കൂ. ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ നേരിട്ടത് പ്രവാചകന്മാരാണ്. അവര് നിസ്കാരമില്ലാത്തത് കൊണ്ടല്ല, ഏറ്റവും വലിയ പരീക്ഷണം നേരിട്ടത് പ്രവാചകന്മാരാണ്. അവര് നിസ്കാരമില്ലാത്തത് കൊണ്ടല്ല. സഹോദരങ്ങളെ, ലോകത്ത് അതിനുശേഷം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, ഈമാൻ കുറഞ്ഞു കുറഞ്ഞു വരുന്നതനുസരിച്ച് ആ ഒരു പരീക്ഷണത്തിന്റെ കാഠിന്യവും കുറഞ്ഞു വരും. ഏറ്റവും വലിയ പരീക്ഷണം ഈ നാട്ടിൽ ഒരാൾക്കല്ല കൊടുത്താൽ ഈ നാട്ടിലെ ഏറ്റവും വലിയ ഈമാൻ അവനാണ് എന്ന് ലോകത്തിന്റെ നേതാവ്, എന്റെയും നിങ്ങളുടെയും ഖൽബിന്റെ രാജാവ്, മഹാനായ റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, രോഗി അല്ല ചികിത്സിക്കാത്തവരാണ് രോഗികൾ. നമ്മുടെ രോഗം മാറ്റിത്തരാൻ അള്ളയുണ്ട്. എന്ത് വന്നാലും പറഞ്ഞോ റബ്ബിനോട്, പടച്ചവനെ രോഗം വെച്ചത് നീയാണ്, രോഗം മാറ്റേണ്ടത് നീയാണ്. വരുന്നുണ്ട് ആ വിഷയങ്ങൾ, അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. അള്ളാഹയെ മറന്നുകൊണ്ട് നമുക്കൊന്നും വേണ്ട, പടച്ചവനെ മറന്നുകൊണ്ടൊന്നും വേണ്ട, ദുനിയാവിന്റെ ഒരു സൗകര്യങ്ങളും നമുക്ക് വേണ്ട. ഏത് സമയത്തും നമ്മുടെ മനസ്സിൽ നമ്മുടെ റബ്ബ്, നമ്മുടെ പടച്ചവൻ. വീണ്ടും മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹുവേ ഞാൻ വിശക്കുന്നവനാണ്, ഞാൻ വിശക്കുന്നവനാണ്. ആ സമയത്ത് അല്ലാഹ് പറഞ്ഞു, യാ മൂസാ അൽ ജാഇഉ മൻ ലം അകുൻ മുത്ഇമുഹു, ഞാൻ കഴിക്കാൻ കൊടുക്കാത്തവനാണ് വിശക്കുന്നവൻ മൂസാ നബിയേ. ഞാൻ തിന്നാൻ ആർക്ക് കൊടുത്തില്ലയോ അവൻ വിശക്കുന്നവനാണ്. വിശപ്പ് എന്താന്ന് അറിഞ്ഞില്ലേ? കഴിഞ്ഞ 365 ദിവസം കൊണ്ട്, കഴിഞ്ഞ ഒരു വർഷം, ഇവിടെയൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല, ഞങ്ങളുടെയൊക്കെ നാടുകളിൽ കോടാന കോടാന കോടി രൂപയുടെ ആസ്തിയുള്ള വലിയ വലിയ മുതലാളിമാരും ചക്കക്കുരു കൊണ്ടുള്ള മീൻകറി അല്ല കറി, ചക്കക്കുരു കൊണ്ടുള്ള കറി എല്ലാം ചക്കക്കുരു കൊണ്ടായിരുന്നു അല്ലേ? ഇവിടെ അങ്ങനെ തന്നെ, ലോകത്തെല്ലായിടത്തും അങ്ങനെ തന്നെ. എന്തെങ്കിലും ഒരു ടേസ്റ്റ്. അന്നൊക്കെ ആളുകൾ ഫോണിൽ വിളിക്കും. ആ സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എന്റെ ഒരു സുഹൃത്ത് ഫോണിൽ വിളിച്ചിട്ട് ചോദിച്ചു, ആരെങ്കിലും അടുത്ത് നിൽപ്പുണ്ടോ? ഞാൻ പറഞ്ഞില്ല. എന്തോ ഒരു ഭീകരമായ കാര്യം പറയാൻ വേണ്ടി വിളിക്കും പോലെ. ആരുമില്ലല്ലോ, ഉറപ്പല്ലേ? ഞാൻ പറഞ്ഞു ഉറപ്പാ. കുറച്ച് മീൻ കിട്ടി, കൊണ്ടുവരട്ടെ. എന്താണെന്നറിയോ, ആ സമയത്ത് മീൻ പിടിക്കാൻ പോയി എന്നറിഞ്ഞാൽ അത് വലിയ ഗുരുതരമായ വീഴ്ചയായി കണ്ടിരുന്ന സമയം. ആരും അറിയാതെ കഥകൊക്കെ അടച്ചിട്ട് മീനിന്റെ ചേരുവകളൊക്കെ കുറച്ചിട്ട് എങ്ങനെയെങ്കിലും അതുവരെ കഴിച്ചുകൊണ്ടിരുന്ന കറി ടേസ്റ്റിന്റെ ചേഞ്ച് വരുത്തിയിട്ട് ജീവിതത്തിൽ എന്താണ് പട്ടിണി എന്നറിഞ്ഞു എല്ലാവരും. അല്ലേ? എല്ലാവരും അറിഞ്ഞു. ജീവിതത്തിൽ എല്ലാ പണക്കാരനും പാവപ്പെട്ടവനും ഒക്കെ ഉണക്കമീനിന് പൊന്നിന്റെ വില കൊടുത്ത് വാങ്ങിയിട്ട് എന്തെങ്കിലും അവസാനം പെണ്ണുങ്ങൾ യൂട്യൂബ് പരിശോധിക്കാൻ തുടങ്ങി. ഈ കോവിഡ് കാലം ലോകത്തിന് സമ്മാനിച്ച ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളൊക്കെ യൂട്യൂബ് തുടങ്ങി. അല്ലേ? ഞാൻ ഉണ്ടാക്കിയ ചക്കക്കുരു കറിയാണ്, നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് പെണ്ണുങ്ങൾ വരാൻ തുടങ്ങി. ഇപ്പൊ എല്ലാം യൂട്യൂബിന്റെ പിന്നിലാണ്. ഇപ്പൊ എല്ലാം യൂട്യൂബിന്റെ പിന്നിലാണ്. പണ്ട് സീരിയലായിരുന്നു, സീരിയലൊന്നും വേണ്ട, ഇപ്പൊ എല്ലാ നടിമാരായി, എല്ലാ നടന്മാരായി. അല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് അണഞ്ഞതാണെങ്കിൽ അങ്ങനെ തന്നെ കിടക്കട്ടെ, കാരണം ഇപ്പോഴാണ് റാഹത്തായത്. അല്ലേ? ഉറങ്ങട്ടെ, ശാന്തമായി ഉറങ്ങട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രദ്ധിക്കുക, എല്ലാവരും എന്താണ് പട്ടിണി എന്നറിഞ്ഞു. അവസാനം പെണ്ണുങ്ങൾ യൂട്യൂബ് പരിശോധിച്ചിട്ട് പറഞ്ഞു, ഒരു ഐഡിയ പിടികിട്ടി. എന്താണെന്നറിയോ? നല്ല കറി. എന്താണ്? മീനില്ല കറി. അറിയോ എന്താണെന്ന്? മീനില്ല കറി. മീൻ കഴിക്കാത്തോണ്ട് അറിഞ്ഞു. മീനില്ല കറി പെണ്ണുങ്ങൾക്കറിയാം. എന്താണെന്നറിയോ? മീനിന് എന്തൊക്കെ ചേർക്കും അതൊക്കെ ചേർക്കും, പക്ഷെ മീൻ മാത്രമേ ഇല്ല.
അങ്ങനെയെങ്കിലും ഒന്ന് ചേഞ്ച് വരുത്തിയിട്ട് ഭക്ഷണം കഴിക്കാൻ നോക്കി. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എന്താണ് പാവപ്പെട്ടവന്റെ പട്ടിണി എന്ന് തിരിച്ചറിയാൻ എത്ര റമളാനുകൾ കടന്നു വന്നു. പക്ഷെ അപ്പോഴൊന്നും നമുക്ക് മനസ്സിലായില്ല. കാരണം ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്ന റമളാനാണ്. എവിടെ പോയാലും ഫുഡ്, ആരുടെ വീട്ടിൽ പോയാലും ഫുഡ്, ഇഷ്ടം പോലെ ഫുഡ്. ഞങ്ങളൊക്കെ പള്ളികളില് നോമ്പ് തുറക്കി 10 മിനിറ്റാണ് ഇവിടുത്തെ മഗ്‌രിബിന്. 10 മിനിറ്റ് ബാങ്ക് കൊടുത്ത 10 മിനിറ്റ്. ഇല്ലെങ്കിൽ എന്താണെന്നറിയോ, കൈ കെട്ടി ബാക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഈ ഈത്തപ്പഴം പള്ളിയിൽ നിന്ന് എടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് 10 മിനിറ്റ് കൊടുത്തു. നന്നായിട്ട് തിന്ന് മര്യാദയ്ക്ക് വാ കഴുകിയിട്ട് പള്ളിയിൽ കയറിയാൽ മതി എന്ന് പറഞ്ഞിട്ട് സമയം കൊടുത്തു. കാരണം ഇഷ്ടം പോലെ കഴിക്കാനുണ്ട്. ഈ രണ്ട് കൈയിലും കിറ്റ് പിടിച്ചോണ്ടിരിക്കുന്ന കാണാം. അത് കഴിഞ്ഞിട്ട് നോമ്പ് തുറ കഴിഞ്ഞ, നിസ്കാരം കഴിഞ്ഞ പിന്നെ കഞ്ഞി, അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോ ഭക്ഷണം. ഈ പോകുന്ന വഴിയിൽ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കവറിൽ ഫുഡും തയ്യാറാക്കി നിൽക്കുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നാൽ അവിടെ ഭാര്യയുടെ വക വേറെ ഫുഡ്. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പള്ളിയിലേക്ക് വരുമ്പോ തറാവീഹ് കഴിഞ്ഞിട്ട് വേറെ നാട്ടുകാരുടെ ഫുഡ്. ഇത് കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ഒന്ന് പരുവത്തിന് ഈ പെരിച്ചാരി ഇടവിടിഞ്ഞതുപോലെ വീട്ടിലെത്തി കഴിഞ്ഞാൽ ഉറക്കാൻ വേണ്ടി കിടന്നാൽ അടുത്ത ഇടത്താഴത്തിന്റെ സമയമായി. പിന്നെ ആകെ ഉള്ളത് ഈ 8, 9 അല്ലെങ്കിൽ 12, 11, 10 അങ്ങനെ ഓരോ വ്യത്യാസം അനുസരിച്ച് മണിക്കൂർ നോമ്പിന്റെ സമയം മാത്രം നമുക്ക് അത് അള്ളാഹു തന്നു. അതും എങ്ങനെയാണ്? ഈ അത്താഴത്തിന്റെ സമയത്ത് പിടിക്കുന്ന മഴ 3:30 മണി 4:30 മണി വരെ ഉണ്ടാവും വൈകുന്നേരം. എന്ത് ചൈതന്യം, എന്ത് നോമ്പ്, ഒന്നും ഉണ്ടായില്ല. ലണ്ടനിലും അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം, അതിന് മുമ്പത്തെ വർഷമൊക്കെ 20 മണിക്കൂറായിരുന്നു ചില സ്ഥലങ്ങളിൽ നോമ്പ്. സ്വിറ്റ്സർലൻഡിലും ഫിൻലാൻഡിലും ആകെ പകലെന്ന് പറയുന്നത് 5 മിനിറ്റ്. അത് അരമണിക്കൂറാ. 23 മണിക്കൂറും 30 മിനിറ്റും അവർക്ക് പകല്, അരമണിക്കൂർ രാത്രി. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് അൽഹംദുലില്ലാഹ് പടച്ചോനെ തൗഫീഖ് കൊണ്ട് വളരെ കുറഞ്ഞ സമയം, അതും പകല് നല്ല മഴ, ഒരു രീതിയിലും നമുക്ക് ക്ഷീണമില്ല, ഒന്നുമില്ല. ഈ രീതിയിൽ നമ്മൾ നോമ്പ് പിടിച്ചപ്പോ നോമ്പിനൊന്നും പട്ടിണി പാവത്തിന്റെ വില നമ്മൾ അറിഞ്ഞില്ല. ആ വില അറിയാൻ അല്ലാഹു നമുക്ക് തന്നു. കോവിഡ്-19 എന്ന കൊറോണ വൈറസിലൂടെ അല്ലാഹു പട്ടിണി എന്തെന്ന് പഠിപ്പിച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുശേഷമാണ് എല്ലാവരും തടി വെക്കാൻ തുടങ്ങിയത്. ഇപ്പൊ എന്നെ കണ്ടപ്പോ തന്നെ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു തടി കൂടിയെന്ന് പറഞ്ഞു, തടി കുറയ്ക്കണമെന്ന് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്താണെന്നറിയോ, എല്ലാവരും തടി കൂടി. എന്താ കാരണം? ഇതുവരെ കൂട്ടി വെച്ചിരുന്ന പൈസ വെച്ചിട്ട് ഒരു ഗുണവും ഇല്ല. ഈ പൈസയൊക്കെ ഒന്ന് ചെലവഴിച്ച് വലതും തിന്നു മരിക്കാമെന്ന് കരുതിയിട്ട് ഇപ്പൊ എന്ത് ചെയ്തു? കോവിഡ് അനന്തരം എല്ലാവരും അതെടുത്തിട്ട് നല്ല ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഇപ്പൊ എല്ലാ വീട്ടിലും സുഭിക്ഷമായ ഭക്ഷണമാണ്. കാരണം എപ്പോഴാ ലക്ഷ്മണ രേഖ വരയ്ക്കുന്നതെന്ന് പറയാൻ പറ്റൂല. അങ്ങനെ വരച്ചാ പിന്നെ ഔട്ട്, നിഷിദ്ധമാണ്. വെറും അകത്ത് കിടന്ന് നമ്മൾ ഉള്ളത് കഴിക്കേണ്ടി വരും. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയുന്നു, യാ മൂസാ, ആരാണ് വിശക്കുന്നവനെന്നറിയോ? ഞാൻ ഭക്ഷണം കൊടുക്കാത്തവനാണ് വിശക്കുന്നത് മൂസാ നബിയേ. പിന്നെ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹ്, ഞാനൊരു വിദേശിയാ റബ്ബേ, ആരും എന്നെ സഹായിക്കാനില്ല. ആ സമയത്ത് അല്ലാഹു പറഞ്ഞു, അൽ ഗരീബ് മല്ലം മകുന മൂനിസുഹു. അവിടെയാ നമ്മുടെ വിഷയത്തിന്റെ കാതലായ ഭാഗമുള്ളത്. ആരാണ് വിദേശി എന്നറിയോ? മല്ലം മകുൻ മൂനിസുഹു. ഞാൻ ആർക്കാണോ നേരം പോക്കാകാത്തത്, ആരുടെ മനസ്സിലാണോ ഞാൻ ചിന്തയായി മാറാത്തത്, അവനാണ് മൂസാ നബിയെ വിദേശി. എവിടെ പോയാലും നമുക്കാരാവുള്ളത്? ഐനമാക്കും തനി, എവിടെ പോയാലും അല്ലാഹു നിന്നോടൊപ്പം ഉണ്ടെന്ന് ഖുർആനിൽ അല്ലാഹ് പറയുമ്പോൾ നമ്മൾ എവിടെയാണ് വിദേശി? ഞാനിവിടെ വിദേശിയാണ്. എന്റെ സ്വദേശം തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിലെ പനവൂർ പഞ്ചായത്തിലാണ് എന്റെ സ്വദേശമെങ്കിൽ, ഈ ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിലെ ഉടുമ്പന്നൂരിലെ കാരൂക്കപ്പള്ളി എന്ന ഇടമറുകിലെ ഈ പ്രദേശത്ത് ഞാനൊരു വിദേശി തന്നെയാണ്. പക്ഷെ ഞാൻ തൊടുപുഴയിൽ വന്നാലും, അതല്ല എന്റെ തിരുവനന്തപുരത്ത് പോയാലും, അതല്ലെങ്കിൽ അങ്ങ് കാസർഗോഡ് പോയാലും, അതല്ലെങ്കിൽ കർണാടകത്തിലും അതുപോലെ തമിഴ്നാട്ടിലും ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും
പോയാലും എന്റെ മനസ്സിൽ എന്റെ പടച്ചവനുണ്ടെങ്കിൽ, എനിക്ക് നേരം പോകാൻ എന്റെ റബ്ബുണ്ടെങ്കിൽ, എന്റെ റബ്ബിന്റെ ചിന്ത എന്നെ വല്ലാതെ ലഹരി പിടിപ്പിക്കുന്നെങ്കിൽ ഒരിക്കലും ഞാൻ വിദേശിയല്ല. എന്റെ മനോമുഖരത്തിൽ മുഴുവനും എന്റെ പടച്ച തമ്പുരാനാണ്. എന്റെ അല്ലാഹയെ മറന്നുകൊണ്ട് ഞാൻ ജീവിച്ചിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഞാനൊരിക്കലും വിദേശിയല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇന്നി അഹ്ബബ്തു ഹുബ്ബൽ ഖൈരി അൻ ദിക്രില്ലാഹ്. പടച്ചവനെ മറന്നുകൊണ്ട് ഞാൻ ഈ മേൽത്തരം കുതിരകളെ സ്നേഹിച്ചത് കൊണ്ട് ഇല്ല, എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ് 1000ഓളം വരുന്ന മേൽത്തരം കുതിരകൾ അറുത്തിട്ട് ദാനം കൊടുത്ത സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ പറ്റി അല്ലാഹ് പറഞ്ഞു, നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. ഏറ്റവും നല്ല അടിമയാണ് സുലൈമാൻ നബി എന്ന് പറഞ്ഞെങ്കിൽ, സഹോദരങ്ങളെ, പ്രവാചകന്മാരുടെ ചരിത്രം പരിശോധിച്ചാൽ അവരല്ലേ നമുക്ക് മാതൃക. നമുക്ക് മാതൃക സിനിമാ നടന്മാരാണോ, സീരിയൽ നടിമാരാണോ, നടന്മാരാണോ? അല്ല, നമ്മുടെ റോൾ മോഡൽ മുഴുവനും പ്രവാചകന്മാരാണ്. അവിടുത്തെ സഹാബാക്കളായ സത്യവിശ്വാസികളായ സച്ചരിതരായ മുൻഗാമികളാണ്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നമുക്കറിയുമല്ലോ, തന്റെ സഹോദരങ്ങൾ കൊണ്ടുവന്ന് കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. സൗന്ദര്യത്തിന്റെ പ്രതീകമേ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ഏറ്റവും നല്ല സൗന്ദര്യം അല്ലാഹു കൊടുത്ത് ആദരിച്ചപ്പോ, നല്ല കറുത്ത തലമുടിയുള്ള, നല്ല വെളുത്ത ശരീരമുള്ള, കാണാമുഖമുള്ള, വട്ടമുഖമുള്ള മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിന്റെ പെണ്ണുങ്ങളുണ്ടല്ലോ, അവിടുത്തെ മിസ്ർ തമ്പുരാട്ടിമാരുടെ കൈവെള്ളകൾ മുറിഞ്ഞിട്ട്, ആപ്പിൾ മുറിഞ്ഞിട്ട് കൈവിരലുകൾ ചതിക്കപ്പെട്ടപ്പോൾ താൻ ഏത് ലോകത്താണ് നിൽക്കുന്നത്, ഇതേതോ ഒരു മാസ്മരിക ലോകത്താണെന്ന് ചിന്തിച്ചുകൊണ്ട് ഇത് ഏതോ മലക്കാണ്, മനുഷ്യനല്ലെന്ന് ഈജിപ്തിലെ പെണ്ണുങ്ങൾ വിളിച്ചു പറഞ്ഞ ഏറ്റവും വലിയ സൗന്ദര്യത്തിന്റെ പ്രതീകമേ യൂസുഫ് നബി അലൈഹിസ്സലാം പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ, സഹോദരങ്ങളെ, പൊട്ടക്കിണറെന്ന് പറഞ്ഞാൽ വെള്ളമില്ലാത്തതെന്നല്ല. അങ്ങനെയാണെങ്കിൽ പിന്നീട് വന്ന കാഫില കൂട്ടം തൊട്ടിയിറക്കിയിട്ട് വെള്ളം കോരുവോ? അങ്ങനെ വെള്ളം കോരിയപ്പോഴല്ലേ തൊട്ടിക്കുള്ളിൽ കുട്ടിയെ കണ്ടത്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ടിക്കുള്ളിലല്ലേ കയറി വന്നത്. എന്തുകൊണ്ടാണ് ആ കിണറ്റിലേക്ക് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വലിച്ചെറിയുമ്പോ യൂസുഫ് നബി രക്ഷപ്പെടാനുള്ള കാരണം എന്തെന്നറിയോ? യൂസുഫ് നബി അവിടെ രക്ഷപ്പെടാനുള്ള കാരണം എന്തെന്നറിയോ? ചരിത്രം പഠിച്ചാൽ പോലാ, ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണേ ചെറുപ്പക്കാരാ. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ എടുത്ത് കിണറ്റിലേക്ക് വലിച്ചെറിയുമ്പോ ആ യൂസുഫ് ചെന്ന് വീണത് വെള്ളത്തിലല്ല, ഒരു പാറയിലാണ് ചെന്ന് വീണത്. ആ പാറയിലെ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ഇരിക്കുമ്പോ അതിന്റെ 4 ഭാഗത്ത് വെള്ളമുണ്ട്. ആ സമയത്ത് യൂസുഫ് നബി അലൈഹിസ്സലാം പാറപ്പുറത്തിരുന്നു കൊണ്ട് പറഞ്ഞതെന്തെന്നറിയോ? ലാ റഫീഖ ഇല്ലല്ലാഹ്, ലാ സാഹിബ ഇല്ലല്ലാഹ്, ലാ മൂനിസ ഇല്ലല്ലാഹ്. എനിക്ക് എന്റെ കൂട്ടുകാരനായ എന്റെ പടച്ചോനെ ഉള്ളൂ, എന്റെ കൂട്ടുകാരനായി സാഹിബായി അല്ലയേ ഉള്ളൂ. നേരം പോകാൻ എന്റെ പടച്ചവനെ ഉള്ളൂ, എന്റെ സമയം പോകാൻ എനിക്ക് എന്റെ ടൈം പാസിന് എന്റെ പടച്ചവനെ ഉള്ളൂ. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ആ കിണറ്റിന്റെ പാറപ്പുറത്തിരുന്നു കൊണ്ട് വിളിച്ചു പറഞ്ഞപ്പോ അല്ലാഹു അത്ഭുതകരമായി ഏതോ യാപ്രസംഗത്തെ അയക്കുകയാ. ആ യാപ്രസംഗം വെള്ളത്തോരാൻ വേണ്ടിയിട്ട് കിണറ്റിലേക്ക് തൊട്ടിയിറക്കുമ്പോൾ ആ തൊട്ടിയിൽ പേറിയിട്ട് നേരെ പുറത്തേക്ക് വന്ന യൂസുഫ് നബിയെ അവിടത്തെ അടിമച്ചന്തയിലെ വിൽപ്പന ചരക്കായി കൊണ്ടുവെക്കപ്പെട്ട് അവിടുന്ന് അസീസ് രാജാവ്, അസീസ് എന്ന് പറയുന്ന മന്ത്രി കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. അവിടുന്ന് തരുണീമണിയായ സലീഹ എന്ന് പറയുന്ന സുന്ദരിയായ സുമുഖിയായ പെണ്ണ് കാമിച്ചുകൊണ്ട്, മോഹിച്ചുകൊണ്ട്, ഇഷ്ടപ്പെട്ടുകൊണ്ട്, എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും, സൗന്ദര്യത്തിന്റെ പ്രതീകമല്ലേ ആ പ്രസരിക്കുന്ന പ്രസന്നമായ വദനം കണ്ട് വീണുപോയ, കാമിച്ചുപോയ സലീഹ എന്ന പെണ്ണിന്റെ ഇംഗിതത്തിന് വഴങ്ങാതെ വന്നപ്പോ സലീഹയുടെ ഇടപെടൽ കൊണ്ട് തടവറകളിലേക്ക് തളക്കപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം അധികാരം കൈയാളിയിട്ട് ഈജിപ്ത് ഭരിക്കുന്ന രാജാതിരാജനായി മടങ്ങി വന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഒരൊറ്റ കാരണമാണ്. മഹാനവറുകൾ കിണറ്റിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, ലാ റഫീഖ ഇല്ലല്ലാഹ്,
അല്ലാഹ് അല്ലാത്തൊരു കൂട്ടെനിക്കില്ല. വലാ സാഹിബ ഇല്ലല്ലാഹ്, എന്റെ സമീപം എന്റെ പടച്ചവനല്ലാതെ വേറെ ആരുമില്ല. ലാ മൂനിസ ഇല്ലല്ലാഹ്, എന്റെ പടച്ചവനിലൂടെ എല്ലാരും എന്റെ നേരം പോവൂല. ഇത് പറഞ്ഞപ്പോൾ അല്ലാഹു അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയെന്ന് ഉലമാക്കൾ പഠിപ്പിക്കുമ്പോ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ റബ്ബിനെ മറന്നുകൊണ്ട് നമുക്കൊന്നും വേണ്ട. അല്ലാഹുവിനെ മറന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്നും വേണ്ട.